യെസ് സർ. റിവേഴ്സ് വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ബുധനാഴ്ചയിലെ ആ ഒരു നേട്ടം കംപ്ലീറ്റ് ആയിട്ട് വിപണി കൈവിട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 3 സൂചികകളും വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനുള്ളൊരു പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്ന പ്രതീക്ഷിച്ചതിലും ഉയർന്നു വന്ന CPI പണപ്പെരുപ്പ കണക്കുകൾ തന്നെയാണ്. 3.4% ഡിസംബർ മാസത്തിലെ CPI ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനലിസ്റ്റുമാർ പ്രതീക്ഷിച്ചത് 3.2%. ഇത്തരത്തിൽ പണപ്പെരുപ്പ കണക്കുകൾ ഉയരുകയും ലേബർ മാർക്കറ്റ് കൂടുതൽ ശക്തി ആർജിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ കോഷ്യസ് ആയിട്ട് സ്റ്റാൻഡ് സ്വീകരിക്കുന്നു എന്നൊരു സൂചന തന്നെയാണ് നമുക്ക് കണക്കുകൾ നോക്കിയാലും മനസ്സിലാകുന്നത്. അതിനോട് സൂചികളിലേക്ക് വരികയാണെങ്കിലും ഡൗ ജോൺസിലേക്ക് വരുമ്പോൾ 0.04% മാത്രം നേട്ടം രേഖപ്പെടുത്തി 37,711.02 എന്നൊരു നിലവാരത്തിലും, S&Pയിലേക്ക് വരുമ്പോൾ 4,780.24 എന്നൊരു നിലവാരത്തിലും, നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ 14,970.18 എന്നൊരു നിലവാരത്തിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. വളരെ ഫ്ലാറ്റ് ഓണിൽ തന്നെയാണ് വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. മുന്നോട്ടേക്ക് അമേരിക്കൻ വിപണിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അനില പറഞ്ഞ ഈ അനലിസ്റ്റുമാരുടെ പല അഭിപ്രായത്തിന്റെ ഒപ്പം വീണ്ടും എനിക്ക് യോജിപ്പില്ല. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് ഡൗ ജോൺസ് ഇൻഡെക്സ് ഒക്ടോബർ 26 ആയിരുന്നു അതിൻ്റെ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു ലോവസ്റ്റ് ലെവലിലോട്ട് എത്തിയത്. അതിനെ തുടർന്ന് തുടർച്ചയായിട്ട് നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നേട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിസംബർ 20 37,640 ലെവൽ എത്തിയതിനു ശേഷം ആക്ച്വലി ദ ഡൗ ജോൺസ് ഒരു കൺസോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമുക്ക് ഒരു വിധത്തിലും പറയാൻ സാധിക്കത്തില്ല ഡൗ ജോൺസ് ഇൻഡെക്സ് വീക്കായിട്ട് ക്ലോസ് ചെയ്തു എന്ന്. ഇൻഫാക്ട് ഡൗ ജോൺസ് ഇൻഡെക്സ് ഇന്നലെ പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിരുന്നു. The new all-time high for the Dow Jones Index 37,801. ഇതേ ഫോറത്തിൽ ഞാൻ ഒത്തിരി തവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ദാറ്റ് ഡൗ ജോൺസ് ഇൻഡെക്സിന് ഈ 37,800 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റെസിസ്റ്റൻസ് ആണ്. ആൻഡ് നമ്മൾ ഇപ്പോൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഒരു അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ മൈ ഗസ് ഇസ് ദാറ്റ് ഡൗ ജോൺസ് ഇൻഡെക്സ് വിൽ ബ്രേക്ക് ദിസ് 37,800. എങ്കിലും നമുക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് എഴുതി കളയാൻ സാധിക്കുന്നുമില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നാസ്ഡാക്ക് ഇൻഡെക്സ് ആക്ച്വലി അഗെയിൻ ഹാസ് റീച്ച്ഡ് ദ 17,000 പോയിന്റ്സിന്റെ വളരെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ 17,000 പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 26 16,969 was the record all-time high. ഡിസംബർ 28 ആയിരുന്നു ആ ലെവൽ എത്തിയത്. ആൻഡ് ഇന്നലത്തെ ഹയസ്റ്റ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ 16,898, അതായത് 16,900 തൊട്ടടുത്തോട്ട് എത്തിയിരുന്നു. നാച്ചുറലി ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് പോയിന്റ് ഫോർ ദ നാസ്ഡാക്ക് ഇൻഡെക്സ്. ഈ 16,900 ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മുടെ കൈവശം ഇപ്പോൾ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ടു ബുക്ക് സം പ്രോഫിറ്റ്, വെയിറ്റ് ഫോർ ദ കറക്ഷൻ. അങ്ങനെ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 16,800. യെസ് സർ. അതിനോടൊപ്പം തന്നെ കമോഡിറ്റി വിപണിയിലേക്ക് വരികയാണ് എന്നുള്ള ഒരുപക്ഷെ ദിവസങ്ങൾക്ക് ശേഷം ക്രൂഡിൽ വലിയൊരു മുന്നേറ്റത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഏകദേശം 2% മുകളിലേക്കാണ് WTI ക്രൂഡിന്റെ നിലവാരം ഉയർന്നിരിക്കുന്നത്. 2.3% നേട്ടത്തിൽ ബാരലിന് 73.68 എന്നൊരു റേഞ്ചിലാണ് നിലവിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെൻഡിലേക്ക് വരികയാണെങ്കിൽ 2.18% നേട്ടത്തിൽ ബാരലിന് 79.09 എന്നൊരു നിലവാരവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ റെഡ് സീ അറ്റാക്കിന് എതിരെയായിട്ട് അതിനൊരു തിരിച്ചടി എന്നോണം ബ്രിട്ടനും US-ഉം ചേർന്നിട്ട് തിരിച്ച് ഹൂതികൾക്കെതിരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് കൂടുതൽ സംഘർഷഭരിതമാവുകയും സപ്ലൈ സംബന്ധിച്ച് ആ നിക്ഷേപകർക്കിടയിൽ വലിയൊരു ആശങ്ക ഉണരുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ തുടർന്ന് വലിയൊരു മുന്നേറ്റമാണ് ക്രൂഡ് വിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും സർ തന്നെ പറഞ്ഞിട്ടുണ്ട് ശക്തമായിട്ടൊരു ബുള്ളിഷ് ട്രെൻഡ് ഫോം ചെയ്ത് വരുന്നു എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് എത്തിയിട്ടുണ്ടോ ക്രൂഡ്? അനില പറഞ്ഞ വളരെ ശരിയാ. അതായത് ഞാൻ കഴിഞ്ഞ 10-15 ദിവസമായിട്ട്
ക്രൂഡിന്റെ കേസിൽ എന്റെ ബെയറിഷ് സ്റ്റാൻസ് മാറ്റി ഐ എം ബിക്കമിങ് മോർ ആൻഡ് മോർ ബുള്ളിഷ്. സോ കഴിഞ്ഞ ഒരു 10-12 ദിവസത്തെ ട്രെൻഡ് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ക്രൂഡിന്റെ കേസിൽ നമുക്ക് പുതിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് ചെറിയ തോതിൽ വി ആർ സീയിങ് കൺസോൾട്ടേഷൻ ഹാപ്പനിങ് ആൻഡ് ബുൾസിന്റെ ഒരു ശക്തി നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ മെച്ചപ്പെട്ടു വരിക ചെയ്യുന്നത്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ക്രൂഡിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് സൈഡ് വേസ് ആയിട്ടാണ് തുടരുന്നത്. ക്രൂഡിന്റെ കേസിൽ ലൈറ്റ് സ്വീറ്റ് ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ $75. മൈ എക്സ്പെക്ടേഷൻ $75 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. അങ്ങനെ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്രൂഡിന്റെ കേസിൽ $4 മുതൽ $6 നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, ക്രൂഡിനൊപ്പം തന്നെ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിലും ഇന്ന് നല്ലൊരു മുന്നേറ്റം, ഒരുപക്ഷെ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്രയും ശക്തമായിട്ടൊരു റിക്കവറി ഗോൾഡിൽ കാണാൻ സാധിക്കുന്നത്. 0.09% നേട്ടത്തിൽ ട്രൈ ഔൺസിന് 2039.15 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡിൽ ഒരു സൈഡ് വൈസ് ട്രെൻഡ് ആണ് കാണുന്നത്. ഗോൾഡിന്റെ ട്രെൻഡിനെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഈ ഒരു കമോഡിറ്റിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ടത്? യെസ്, അഗൈൻ അണ്ടർ ഗോൾഡിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഇന്നലെ ഗോൾഡിൽ കണ്ട റിക്കവറിയെ തുടർന്ന് ഒരു ബൈയിങ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഗോൾഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഗോൾഡിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് $2058 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഗോൾഡിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അങ്ങനെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കേണ്ട അടുത്ത റെസിസ്റ്റൻസ് ലെവൽ 2100 ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടിന് വേണ്ടി വാച്ച് ചെയ്യേണ്ട ലെവൽ $2015. $2015 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ അഗെയിൻ ടേൺ ബെയറിഷ്. സർ, അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലെ ആഭ്യന്തരം വളരെ ഫ്ലാറ്റ് ടോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചതെന്ന് കാണാം. ഇന്നലെ വ്യാപാരം ആരംഭിച്ചത് 21,688 എന്നൊരു റേഞ്ചിലാണ്. എന്നാൽ അവസാനിപ്പിച്ചിരിക്കുന്നത് 21,647.2 എന്നൊരു റേഞ്ചിലും. ഇൻട്രാഡേ ഹൈയിലേക്ക് നോക്കുകയാണെങ്കിലും 21,726.5 എന്നൊരു റേഞ്ച് രേഖപ്പെടുത്താൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രാഡേ ലോയിലേക്ക് നോക്കുമ്പോൾ 21,593.75 എന്നൊരു റെക്കോർഡും നിലവാരവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ബുധനാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ലോയിലേക്ക് വരുമ്പോൾ 21,400 പ്ലസിലേക്ക് വരെ കടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഇൻട്രാഡേ ലോയിലേക്ക് 21,500 മുകളിൽ നിലനിർത്താൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഇൻട്രാഡേ ഹൈയിലും നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ക്ലോസിംഗ് ലെവലിലേക്ക് വരുമ്പോൾ വീണ്ടും 21,600 എന്നൊരു റേഞ്ചിൽ നിന്നുകൊണ്ടാണ് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഇന്ന് പ്രധാനമായിട്ടും നിക്ഷേപകർ വാച്ച് ചെയ്യേണ്ടത്? നിഫ്റ്റിയുടെ ഏറ്റവും മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇറ്റ് ഇസ് ദി ഓൾ ടൈം ഹൈ 21,834. ടു ബി ഓൺ ദ സേഫ് 21,850 നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്തിരിക്കാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു മുന്നേറ്റം നിഫ്റ്റി 50യുടെ കേസിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 21,400 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നിഫ്റ്റിയുടെ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. നൗ നിഫ്റ്റിയെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും അധികം ഇന്നലെ നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ട് നൽകിയ സ്റ്റോക്ക് ഇസ് ആക്ച്വലി റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസ് വളരെ വളരെ സൈലന്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 3-4 ആഴ്ചക്കിടെ നല്ല നേട്ടം നൽകി പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈയിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു പ്രൊവൈഡ് എ ലോട്ട് ഓഫ് സ്ട്രെങ്ത് ടു ദ നിഫ്റ്റി 50. എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റി 50 എളുപ്പത്തിന് 21,400 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ITCയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ITCയുടെ കേസിൽ കഴിഞ്ഞ ഒത്തിരി ദിവസമായിട്ടൊരു കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ITCയുടെ കേസിൽ ആ ഒരു കറക്ഷൻ പൂർത്തിയായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിലോട്ട് ഒത്തിരി ക്ലോസ് ആയിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ ട്രേഡിംഗ് സെഷനിൽ നമുക്ക് ITCയുടെ കേസിൽ വി ക്യാൻ എക്സ്പെക്ട് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ്. ലാസ്റ്റ് മാൻ ടു ബ്രോ റെക്കോർഡ് ഓൾ ടൈം ഹൈ 4 സെഷന് മുൻപ് എത്തിയതിനു ശേഷം ഇറ്റ് ഹസ് ബീൻ ട്രേഡിംഗ്
ഓർ ട്രെൻഡിങ് ഓൺ എ ഫ്ലാറ്റ് നോട്ട്. കാര്യമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ടാറ്റ മോട്ടോഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ യെസ്റ്റർഡേ ടാറ്റ മോട്ടോഴ്സ് പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈയിലായിരുന്നു ക്ലോസ് ചെയ്തത്. സോ ദ അണ്ടർടോൺ വെരി വെരി ബുള്ളിഷ്. സാർ, അതിനോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിലും ഏകദേശം ഒരു വളരെ ഫ്ലാറ്റ് ടോണിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 47,438.35 എന്നൊരു റേഞ്ചിൽ 0.16% നേട്ടത്തിൽ. ഓഹരിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 47,000 എന്നൊരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓഹരിക്ക് അല്ലെങ്കിൽ സൂചിക്ക് സാധിച്ചിട്ടുണ്ടെന്നും കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് അഗൈൻ നിഫ്റ്റി 50 പോലെ തന്നെ ഒരു സൈഡ് വേസ് റേഞ്ചിൽ ഇറ്റ് ഹസ് ഗോട്ട് സ്റ്റക്ക് ഇൻ എ സൈഡ് വേസ് റേഞ്ച്. സോ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 46,900 പോയിന്റ്, 46,900. ആൻഡ് ഏറ്റവും മേജർ റെസിസ്റ്റൻസ് നാച്ചുറലി ഈസ് ദി റെക്കോർഡ് ഓൾ ടൈം ഹൈ 48,636 പോയിന്റ്. ബട്ട് നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ, നമുക്കൊരു ബൈയിങ് അവസരം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ലഭിക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് 47,950 ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വി വിൽ സീ എ ന്യൂ ഷോർട്ട് ടേം ട്രെൻഡ് എമർജിങ്. 47,950 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ബാങ്കിങ് സൂചികയിലെ തന്നെ IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചാണ് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഒരുപക്ഷെ മറ്റുള്ള ഹെവി വെയിറ്റ് ഓഹരികളെക്കാളും ഉപരി ഔട്ട് പെർഫോമൻസ് നടത്തിയ ഒരു ഓഹരിയാണ് IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. 3.22% നേട്ടത്തിൽ 86.6 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായത്. ഒരുപക്ഷെ തുടർച്ചയായിട്ടുള്ളൊരു ഇടിവിന് ശേഷം, പ്രത്യേകിച്ചും സെപ്റ്റംബറിന് ശേഷം വലിയൊരു മുന്നേറ്റം നടത്താതിരുന്നൊരു ഓഹരി കൂടിയാണ് IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. വീണ്ടും IDFC ഫസ്റ്റ് ബാങ്ക് ഒരു ബുള്ളിഷ് ട്രിഗർ ആണോ നമുക്ക് കാണാൻ സാധിക്കുന്നത്? IDFC ഫസ്റ്റ് ബാങ്ക് എന്താ പറഞ്ഞതുപോലെ തന്നെ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് ഇറ്റ്സ് ബീൻ അണ്ടർ പെർഫോമിംഗ് കഴിഞ്ഞ ഒരു 3-4 മാസത്തിനിടെ. ആൻഡ് IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ 82-83 ആ ഒരു റേഞ്ചിൽ വളരെ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗ് അവസാനിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഇൻറ്റ്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്ക് ഇഫ് വി ആർ കംഫർട്ടബിൾ വിത്ത് ദ ഫൈനാൻഷ്യൽസ് ഓഫ് ദ കമ്പനി, എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 82 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സ്റ്റോക്കിൽ ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 92 രൂപയിലായിരിക്കും. 92 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. ബട്ട് 92ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ then we can again expect the share to go all the way to the all time high around the 92 രൂപയ്ക്ക് അടുത്ത സ്റ്റോക്കിന്റെ all time high നിലവിൽ കാണാൻ സാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു മുന്നേറ്റം നടത്തിയ ഒരു ഓഹരി കൂടിയാണ് ആദിത്യ ബിർള ക്യാപിറ്റൽ ലിമിറ്റഡ്. ഓഹരി ഇന്നലെ 4.4% നേട്ടത്തിൽ 181 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 50 ഹൈ നോക്കുകയാണെങ്കിലും IDFC ഫസ്റ്റ് ബാങ്കിന് സമാനമായിട്ട് ജൂലൈ മാസത്തിലായിരുന്നു ഒരു 50 ഹൈ റേഞ്ച് ആയിട്ടുള്ള 199.3 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വലിയൊരു മുന്നേറ്റം നടത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്കാണ്. എന്നാൽ വീണ്ടും ഈ IDFC ഫസ്റ്റ് ബാങ്കിനെ പോലെ വീണ്ടും ഒരു ബുള്ളിഷ് ട്രിഗറിലാണോ ABC? ABC ഇന്നലെ തീർച്ചയായിട്ടും ഇറ്റ് ഹസ് ക്ലോസ്ഡ് ഓൺ എ വെരി വെരി സ്ട്രോങ് നോട്ട്. അത് ആക്ച്വലി ആദിത്യ ബിർള ക്യാപിറ്റൽ മാത്രമല്ല, Aditya Birla Fashion also has closed on a very very strong note. Aditya Birla Capital ന്റെ long term trend കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് it had been bearish. ഇന്നലത്തെ ശക്തമായ ക്ലോസിനെ തുടർന്ന് the short term trend has become bullish. സോ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും AB ക്യാപിറ്റലിൽ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആദിത്യ ബിർള ഫാഷന്റെ കേസിൽ ആദിത്യ ബിർള ഫാഷൻ ഹാസ് ബീൻ അണ്ടർ പെർഫോമിംഗ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫൈനാൻഷ്യൽസ് കഴിഞ്ഞ 3-4 ക്വാർട്ടേഴ്സിൽ അത്ര മെച്ചപ്പെട്ടതല്ലായിരുന്നു. ബട്ട് ഐ തിങ്ക് ദ വേർസ്റ്റ് ഇസ് ഓവർ ഫോർ ABFRL. ആൻഡ് ABFRLന്റെ കേസിലും ഐ തിങ്ക് നമ്മൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ
നമ്മൾ ഈ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടത്തുന്ന സമയത്തൊക്കെ ABFRൽ വി ക്യാൻ കൺസിഡർ ബിൽഡിംഗ് ലോങ് പൊസിഷൻസ്. യെസ് സാർ, ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജിയോ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ 5.15% നേട്ടത്തിൽ 253.35 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 266.95 ഒരു 52 വീക്ക് ഹൈ ആയിട്ടും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജിയോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഈ ഒരു ഓഹരിയിൽ വാച്ച് ചെയ്യേണ്ടത്? See, Geo Financial is one of my favorite stocks, and ഈ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ ഒത്തിരി തവണ ഈ ഫോറത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ജിയോ ഫൈനാൻഷ്യൽ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ 5 നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസിൽ ഒന്നായിട്ട് തീർച്ചയായിട്ടും അത് മാറും. ആൻഡ് കൺസിഡറിങ് ദാറ്റ് ദിസ് ഇസ് എ റിലയൻസ് ഗ്രൂപ്പ് കമ്പനി, തീർച്ചയായിട്ടും ആ ഒരു ധൈര്യം കൂടെ നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്നും കിട്ടും. സ്റ്റോക്കിലെ ഈ സ്റ്റോക്ക് റിലയൻസിൽ നിന്നും പിരിച്ചെടുത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു. ആൻഡ് ഓഗസ്റ്റ് മാസത്തിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഈ സ്റ്റോക്കിന്റെ ലോവസ്റ്റ് ലെവൽ വാസ് അറൌണ്ട് 202. ആൻഡ് സെപ്റ്റംബർ മാസത്തിൽ ഇതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ വാസ് അറൌണ്ട് 267 rupees, 267 രൂപ. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ തന്നെ ഈ സ്റ്റോക്ക് 267 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗോ ഇൻ ടു എ ന്യൂ ഓൾ ടൈം ഹൈ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാതെ ഇരിക്കുക. ദിസ് ഇസ് എ ലോങ് ടേം സ്റ്റോക്ക്. യെസ് സാർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ 2.24% നേട്ടത്തിൽ 120.85 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനുവരി 5-ാം തീയതി പുതിയൊരു 52 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 122.4 എന്നൊരു നിലവാരം റെക്കോർഡ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഏതാണ്ട് നോക്കുകയാണെങ്കിൽ 52 വീക്ക് ഹൈ റേഞ്ചിന് അടുത്ത് തന്നെയാണ് ഇന്നലെയും ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? So Bank of India's long and short term trend is very much bullish, and Bank of India's case എടുക്കുമ്പോഴേക്കും ഇന്നലെ ഒരു നേരിയ ഗ്യാപ്പ് അപ്പിലായിരുന്നു അത് ഓപ്പണിംഗ് നൽകിയ, ആൻഡ് ഇറ്റ് വാസ് ഏബിൾ ടു മെയിൻറ്റെയിൻ ദ ഗെയിൻസ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. റിസൾട്ട് വരുന്ന സമയത്ത് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക, പർട്ടിക്കുലർലി ആ സ്റ്റോക്ക് കമ്പനിയുടെ NPA ഫിഗേഴ്സ് ശ്രദ്ധിച്ചിരിക്കുക. ബട്ട് ഈ ലെവൽസിൽ പുതിയൊരു ലോ റിസ്ക് ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കും. യെസ് സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് പോളിക്യാബ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ ആരംഭിച്ചത് ലോവർ സർക്യൂട്ടിലായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും 20.5% ഇടിവിൽ 3904.7 എന്നൊരു റേഞ്ചിലായിരുന്നു. ഒരു 52 വീക്ക് വളരെ ലോവർ സർക്യൂട്ടിലായിരുന്നു ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പോളിക്യാബിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഈ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ഇന്നലെയും സംസാരിച്ചിരുന്നു. ഈ കമ്പനിയുടെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് എതിരായിട്ട് ഒരു മേജർ ഒരു വാർത്ത വന്നിട്ടുണ്ട് അബൌട്ട് എ ടാക്സ് ഇവേഷൻ. ഇത്തരം വാർത്തകൾ ഒരു കമ്പനിയെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ബിക്കോസ് നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ഒരു വഴിയുമില്ല. സോ നമുക്ക് നമ്മുടെ മുന്നിൽ വേറെ എത്രയോ ലോ റിസ്ക് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് അവസരങ്ങൾ ഉള്ളപ്പോൾ ഇത്തരം ഹൈ റിസ്ക് സ്റ്റോക്സിൽ നമ്മൾ പൊസിഷൻ എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. യെസ് സർ, മറ്റൊരു പ്രശ്നം ചോദിച്ചിരിക്കുന്നത് ദേവയാനി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് നോട്ടിൽ 0.16% മാത്രം നേട്ടം രേഖപ്പെടുത്തി 187.1 എന്നൊരു റേഞ്ചിലായിരുന്നു. ഓഹരിയുടെ ഒരു 52 ഹൈ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിലായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് 227.5. അതിനുശേഷം വലിയൊരു മുന്നേറ്റം നടത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടില്ല. ഈ ഒരു ഓഹരിയെ പറ്റി സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? So Devani International, unfortunately, long and short term trend bearish ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം സ്റ്റോക്കിൽ എനിക്ക് ഒരു ബുള്ളിഷ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 2 ലെവല് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ 195, അതിനെ തുടർന്ന് 200 രൂപയുടെ. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്.
യെസ് സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1.83% നേട്ടത്തിൽ 425.45 എന്നൊരു റേഞ്ചിലായിരുന്നു. 2023 മെയ് മാസത്തിലാണ് 515.7 എന്നൊരു 52-week ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയെ പറ്റി സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? സോ അൺഫോർച്ചുനേറ്റ്ലി IGLന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് വളരെ ശക്തമായിട്ടൊരു റെസിസ്റ്റൻസ് 450 460 റേഞ്ചിൽ കാണുന്നുണ്ട്. ലെറ്റ് us just wait. കാര്യം ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് എ വെരി അഡ്വൈസബിൾ തിങ്. Now, IGLന്റെ കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നത് അനദർ സ്റ്റോക്ക് ഇസ് മഹാനഗർ ഗ്യാസ്. Now, മഹാനഗർ ഗ്യാസിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. ഇൻഫാക്ട് മഹാനഗർ ഗ്യാസ് ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ആൻഡ് മൈ ഗസ് ഇസ് ദാറ്റ് മഹാനഗർ ഗ്യാസിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 1280, അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണുന്നത് 1360 രൂപയിൽ. My expectation is that തീർച്ചയായിട്ടും മഹാനഗർ ഗ്യാസ് 1280 റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യും. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ഇവൻച്വലി അത് ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഓൾ ടൈം ഹൈലോട്ട് എത്തിച്ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിൽ സാറിന്റെ ഫോക്കസിലുള്ള ഏതെങ്കിലും ഓഹരികളുണ്ടോ? ഇന്നലെ നമ്മൾ ഇതേ ഫോർത്തിൽ സംസാരിച്ച ഫെർട്ടിലൈസർ സ്റ്റോക്സ് 3 ഉണ്ട്. നാഷണൽ ഫെർട്ടിലൈസർ, മദ്രാസ് ഫെർട്ടിലൈസർ, പാരാദീപ് ഫോസ്ഫേറ്റ്. ആൻഡ് നമ്മുടെ ഡിഫൻസ് മേഖലയിലോട്ട് വരുമ്പോഴേക്കും ഐ കണ്ടിന്യൂ ടു ഫോക്കസ് ഓൺ ഭാരത് ഇലക്ട്രോണിക്, ഭാരത് എർത്ത് മൂവേഴ്സ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ. ആൻഡ് പിന്നീട് അഡാനി സ്റ്റോക്സിലോട്ട് നോക്കുമ്പോഴേക്കും അഡാനി വിൽമർ ആൻഡ് അഡാനി ടോട്ടൽ ഗ്യാസിൽ നല്ല ബുള്ളിഷ് സെറ്റപ്സ് ഉണ്ട്. ബട്ട് ലെറ്റ് us wait and see whether ഇന്ന് ഈ സ്റ്റോക്സിലൊക്കെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുമോ എന്ന് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം.